ഹായ്, സോഷ്യൽ മീഡിയയിൽ ഡോക്ടർ റോബിനെതിരെ വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ആണ് നമ്മൾ കണ്ടത്. അതായത് പണമിടപാടിൽ തുടങ്ങി പെണ്ണ് കേസ് വരെ ഡോക്ടർ റോബിനെതിരെ ഇവർ ആരോപിച്ചു. ഇപ്പോ ഡോക്ടർ റോബിൻ അതിനെതിരെ ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, അത് നമ്മൾ അംഗീകരിക്കത്തില്ല. ഒരു പാർട്ടിയാണ്, ന്യായമല്ലാത്ത കാര്യം അംഗീകരിക്കത്തില്ല. സ്ട്രോങ് ആയി നടപടിയാണ്. തീർച്ചയായും നല്ലൊരു കാര്യം എന്നുള്ളത് തന്നെയാണ്. പല ആൾക്കാരും പറയുന്നു പോലീസ് കേസ് കൊടുക്കാൻ. തീർച്ചയായും ഇപ്പോൾ ഡോക്ടർ റോബിൻ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുൻപും ഡോക്ടർ റോബിൻ പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവരാണ് സ്റ്റേഷനിൽ ഹാജരാവാതിരുന്നത്. ഇപ്പോ ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് പരാതിയുമായി പോയിരിക്കുന്നു. തീർച്ചയായും ഇത്തരം ആൾക്കാരെ നിലയ്ക്ക് നിർത്തേണ്ടത് ആവശ്യം തന്നെയാണ്. അതായത് അനാവശ്യമായി ഓരോരോ ആരോപണങ്ങൾ ഡോക്ടർ റോബിന്റെ മേലെ കൊണ്ടിടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരെ മാത്രമല്ല കൂട്ടേണ്ടത്. ഒരുപാട് റിയാക്ഷൻ ചാനലുകളുണ്ട്. അവര് അവരുടെ നേട്ടത്തിന് വേണ്ടി, അതായത് സ്വന്തം നേട്ടത്തിന് വേണ്ടി, വ്യൂസിന് വേണ്ടി, പണത്തിന് വേണ്ടി എന്താണോ ന്യൂസ് വാല്യൂ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവിടെ ശരിയാണോ തെറ്റാണോ ഒന്നും നോക്കാറില്ല. ആർക്ക് വേദനിച്ചാലും ഒരു പ്രശ്നവുമല്ല എന്നുള്ള തരത്തിൽ അവർ മുന്നോട്ട് പോകുന്നു. അവരാണ് ഈ വിഷയം ഇത്രയ്ക്കും വഷളാക്കിയത്. അതുപോലെ തന്നെ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ചാനലുകൾ വലുതായിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ. അതുപോലെ ഒരുപാട് ആൾക്കാർ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചാനൽ വളർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ പല പല വീഡിയോസും ചെയ്യുന്നുമുണ്ട്. അത്തരത്തിൽ വളർന്നു വന്ന ചില ചാനലുകൾ ഇപ്പോ ഡോക്ടർ റോബിന്റെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സങ്കടമാണ് എനിക്ക് വന്നത്. അതായത് ഡോക്ടർ റോബിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ്, അതായത് ഇപ്പൊ നടക്കുന്ന വിഷയങ്ങളൊന്നുമല്ല അവർ പറയുന്നത്. ഡോക്ടർ റോബിൻ നേരിടുന്ന അനീതി, ഡീഗ്രേഡിംഗ്, ഇതിനെക്കുറിച്ച് ഒന്നുമല്ല അവർ പറയുന്നത്. ഇവർ സംസാരിക്കുന്നത് ഡോക്ടർ റോബിന്റെ തെറ്റുകളെ കുറിച്ചാണ്. ഡോക്ടർ റോബിൻ പണം വാങ്ങിച്ചു, കടം വാങ്ങിച്ചു, എന്താണ് പുള്ളിക്ക് ഇത്ര ആവശ്യം? ഡോക്ടർ റോബിൻ ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടിയാണ്, അദ്ദേഹത്തിന്റെ ചിന്ത അങ്ങനെയാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, ഒന്നും നടക്കുന്നില്ല. അതായത് ഡോക്ടർ റോബിന്റെ സിനിമ ഉൾപ്പെടെ പല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് ഡോക്ടർ റോബിന്റെ തെറ്റുകളെ അവരുടെ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ മറ്റുള്ളവർ ഡീഗ്രേഡ് ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നേയില്ല. അവരുടെ ചാനലിൽ ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം. പല ആൾക്കാരും അത് കേട്ട് തെറ്റിദ്ധരിക്കും. ഡോക്ടർ റോബിന്റെ ആക്രാന്തമാണ്, ഡോക്ടർ റോബിന്റെ ഈ ആഡംബര ജീവിതമാണ്, ഡോക്ടർ റോബിന്റെ ഭാഗത്ത് മാത്രമാണ് പൂർണ്ണമായിട്ടുള്ള തെറ്റ് എന്ന് ചിന്തിക്കും. എന്തിനാണ് അത്തരം വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഡോക്ടർ റോബിനോട് സ്നേഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, ഡോക്ടർ റോബിന്റെ തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നടക്കുന്ന വിഷയങ്ങൾ, ഡോക്ടർ റോബിന്റെ ശരികൾ നിങ്ങൾ സംസാരിക്കൂ. എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ റോബിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇട്ടുതരികയാണ്. അതായത് പുള്ളിക്ക് വേണ്ടത് ഇപ്പോൾ ഒരു സപ്പോർട്ടാണ്. അതെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഉപദേശവും മറ്റേ പരിപാടിയും ഒരുമിച്ചുള്ള പരിപാടിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ സീക്രട്ട് ഏജന്റ് സായി ഗൂഗിൾ പേയില് ആ 1 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ, അതിന്റെ സ്ക്രീൻഷോട്ട് ഒരിക്കലും ടു ഫ്രം എന്ന് വരില്ല എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് ഡോക്ടറെ ഡീഗ്രേഡ് ചെയ്തു. പിന്നീട് അത് പുള്ളി മാറ്റി പറഞ്ഞു, അങ്ങനെ സംഭവിക്കാം, അതായത് ഡോക്ടർ റോബിൻ നുണയല്ല സത്യമാണ് പറഞ്ഞത് എന്ന് പുള്ളി തന്നെ സമ്മതിച്ചു. എന്നിട്ട് പുള്ളി മാപ്പ് പറയാൻ തയ്യാറല്ല. പിന്നെയും ഡോക്ടറെ കുറ്റപ്പെടുത്താനാണ് പുള്ളി ശ്രമിക്കുന്നത്. ഞാൻ മുൻപ് പറഞ്ഞത് സീക്രട്ട് ഏജന്റ് സായിനിയോ അങ്ങനെയൊന്നുമല്ല, ചെറുകിട യൂട്യൂബേഴ്സിന്റെ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്ന കുറച്ച് യൂട്യൂബേഴ്സ്. അതിൽ ചില ആൾക്കാർ ഇത്തരം വിഷയമെടുത്ത് വീഡിയോ ചെയ്യുന്നു, ഡോക്ടർ റോബിന്റെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്തായാലും ഡോക്ടർ റോബിൻ കൃത്യമായിട്ടുള്ള ട്രാക്കിലാണ് വന്നു നിൽക്കുന്നത്. പരാതി കൊടുത്തിരിക്കുന്നു ആഭ്യന്തരമന്ത്രിക്ക്. അദ്ദേഹം നടപടിയെടുക്കാം എന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഇത്തരം അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന എല്ലാവരെയും കൂട്ടണം. കഥകൾ പ്രചരിപ്പിക്കുന്ന എല്ലാ ആൾക്കാരെയും കൂട്ടണം. അതുപോലെ തന്നെ ഒരാളെ മനഃപൂർവ്വമായി ഡീഗ്രേഡ് ചെയ്യുന്ന ഈ റിയാക്ഷൻ ചാനലുകൾ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.